ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും സൈനിക് സ്കൂളിന്റെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസിലാണല്ലേ. അപ്പം ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എക്സാം ഡേറ്റ് കറക്റ്റ് വന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എല്ലാ പോർഷൻസും പഠിച്ചു തീർക്കണം. മാത്സിൻ്റെ ആയാലും ഇൻ്റലിജൻസിൻ്റെ ആയാലും ലാംഗ്വേജിൻ്റെ ആയാലും GK ഒക്കെ നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരുന്നാലേ നമുക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അല്ലേ. നമുക്ക് 300 മാർക്ക് ഉള്ളതാ, 300 മാർക്കാണ്. അപ്പോൾ ആ പരമാവധി നമ്മളെ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെ പോയി നമ്മൾ തന്നെ സ്കോർ ചെയ്യണം അല്ലേ. അപ്പം ഇന്ന് സാർ വന്നിരിക്കുന്നത് മാത്സിൽ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ബോർഡ് മാസ് ഇതെല്ലാം വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ 1/2 ഡിവൈഡഡ് ബൈ കേളി ബ്രാക്കറ്റിൽ 2 1/4 മൈനസ് റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ 1/3 പ്ലസ് 1/2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പം നോക്കിക്കേ, എങ്ങനെ എഴുതാം നമുക്ക്? 1/2 ഡിവൈഡഡ് ബൈ കേളി ബ്രാക്കറ്റ് അതേപോലെ തന്നെ ഇട്ടു. ഇതിനെ നമുക്ക് ഇംപ്രോപ്പറിലേക്ക് മാറ്റാലോ. 4 × 2 8, 8 + 1 9/4 മൈനസ് റൗണ്ട് ബ്രാക്കറ്റിലുള്ള ആൾക്കാരെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പം നോക്കിക്കേ, 1/3 പ്ലസ് 1/2 നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്? ഫ്രാക്ഷൻ്റെ അഡീഷൻ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ LCM കാണണം. ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ LCM 3 ൻ്റെയും 2 ൻ്റെയും നമ്മൾ ചെയ്യുമ്പോൾ 6 ആണ് വരുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 6 വരിക. അപ്പം മുകളിലും 2 വെച്ച് ചെയ്തു. ഇവിടെ 3 വെച്ചിട്ട് ചെയ്യണം എങ്കിലേ, സോ മുകളിലും 3 വെച്ചിട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇനി ഇവിടെ നോക്കിക്കേ, എന്തായി? 2 1 × 2 2 പ്ലസ് 3 3/6. അപ്പം എത്ര വരും? 5/6 എന്ന് നമുക്ക് ആൻസർ വരും. മൈനസ് 5/6 എന്ന് നമുക്ക് ആൻസർ വരും. എന്നിട്ട് നമ്മൾ കേളി ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, ഇവിടെ 3 × 2 6 വന്നപ്പം ആ 2 തന്നെയാണ് നമ്മൾ മുകളിലും കൊടുത്തത്. 2 × 3 6 ആക്കാൻ വേണ്ടി 3 മൾട്ടിപ്ലൈ ചെയ്തു. ആ 3 തന്നെയാണ് നമ്മൾ മുകളിൽ 3 ആയിട്ടും കൊടുത്തത്. ഓക്കെ, അപ്പോൾ 1 × 2 2 പ്ലസ് 3/6 എന്ന് പറയുന്നത് 5/6 നമുക്ക് വരും. ഇനി നോക്കിക്കേ, 1/2 ഡിവൈഡഡ് ബൈ, ഇനി കേളി ബ്രാക്കറ്റിനുള്ളിലുള്ള ആൾക്കാർ നമ്മൾ ചെയ്യാൻ പോകും. ഇവിടെയും കുറയ്ക്കണം. എന്താണ് ഇവിടെ ഉള്ളത്? 4ഉം 6ഉം ആണ്, ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സാണ്. അപ്പം അവരുടെയും LCM നമ്മൾ കാണണം. നോക്കിക്കേ, 4 ഉണ്ട് 6 ഉണ്ട്. നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണല്ലേ. 2 2s are 4 3 2s are 6. ഇത് വെച്ച് നമുക്ക് നിർത്താലോ. നോക്കിയേ, 2 × 2 4 4 × 3 12. അപ്പം ഇവിടെ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുന്നത്? 12 ആയിരിക്കും കിട്ടുക. അപ്പം നോക്കിക്കേ, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 12 വരണം. 4 3s are 12, 6 2s are 12 അല്ലേ. അപ്പം നോക്കിക്കേ, നമുക്ക് വരുമ്പോൾ 9 3s are 27/4 × 3 12 മൈനസ് 10/6 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തന്നെ വരും? 12 വരും. ഇപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/2 ഡിവൈഡഡ് ബൈ 27 മൈനസ് 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് വരിക? 17 17/12 എന്ന് വന്നു. കണ്ടോ? 1/2 ഡിവൈഡഡ് ബൈ 17/12. ബാക്കിയുള്ള റൗണ്ടിനെയും കേളിനെയും എല്ലാ ആൾക്കാരെയും നമ്മൾ മാറ്റി. ഇനി ഫ്രാക്ഷൻ്റെ ഡിവിഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത്? റെസിപ്രോക്കൽ കാണണം അല്ലേ. നേരെ 17/12 എന്നുള്ളതിനെ തിരിച്ചിടണം. എങ്ങനെ തിരിച്ചിടണം? 12/17 എന്നാകും. ഡിവിഷൻ്റെ സൈന് മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പം നോക്കിക്കേ, 1/2 ഇൻറ്റു ആയി നേരെ തിരിക്കുക. 12/17 നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമല്ലോ. എന്താണ്? 6 2s ആണ് 12. അപ്പം ഇനി ഇവിടെ ബാലൻസ് ഉള്ളത് ആരൊക്കെയാ? 1 × 6 6 ഡിവൈഡഡ് ബൈ 1 × 17 17 6/17. ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയാൽ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്, 6/17. അപ്പം ഇങ്ങനെ വേണം ചെയ്യാൻ. എന്തൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ അഡീഷൻ നമ്മൾ ചെയ്തു, സബ്ട്രാക്ഷൻ ചെയ്തു, ഡിവിഷൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ ഒരു ടോപ്പിക്കിലെ ഫ്രാക്ഷൻ്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഈ 4 ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു. ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് വന്നാൽ LCM കാണണമെന്നും ഒരേപോലത്തെ ആൾക്കാർ വന്നാൽ ജസ്റ്റ് അവരെ കോമൺ ആയിട്ട് എഴുതി കുറയ്ക്കുക കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു.
അപ്പൊ എല്ലാം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൊണ്ട് കിട്ടും. ഇതൊരു ബേസ് പ്രോബ്ലം ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ 10 minus 2 1/3 into 3 plus 3 3/4 divided by 2 1/2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നോക്കിക്കേ, 10 മൈനസ് ഇവരെ ഞാൻ എന്തിലേക്ക് മാറ്റാണ്? ഇംപ്രോപ്പറിലേക്ക് മാറ്റാണ്. 3 into 2 6 6 plus 1 7/3 into 3 plus 4 3s are 12 15/4 divided by 2 2s are 4 4 plus 1 5 5/2 5/2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി വേണം ഇവിടെ ചെയ്യാൻ. ഇവിടെ മൈനസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, പ്ലസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. സോ നമ്മൾ ബോർഡ് മാസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആദ്യം ആരെ ചെയ്യണമെന്നാ? ബോർഡ് മാസ് വെച്ചിട്ട് ആദ്യം ആരെ ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. സോ ഇവിടെ ഡിവിഷൻ വരുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? റെസിപ്രോക്കൽ കാണാൻ പഠിച്ചിട്ടുണ്ടല്ലേ. 10 minus 7/3 into 3 plus 15/4 into 2/5 ഇങ്ങനെയായി. ഇനി നോക്കിക്കേ, 15ഉം 5നെയും വെട്ടിക്കളയാൻ പറ്റും, അവിടെ 3 വന്നു. 4നെയും 2നെയും വെട്ടിക്കളയാൻ പറ്റി, ഇവിടെ 2 വന്നു. അപ്പോൾ അവിടെ 3/2 എന്ന് മാത്രമായി അല്ലേ. അപ്പൊ നോക്കിക്കേ, 10 minus 7/3 into 3 പ്ലസ് 3/2 എന്ന് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആരെയാ? മൾട്ടിപ്ലിക്കേഷന്. 3യും 3യും കട്ടായിപ്പോയി, പിന്നെ അവിടെ 7 മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, 10 minus 7 plus 3/2 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം 10 എന്ന് വെച്ചാൽ അത് 10/1 7 എന്ന് വെച്ചാൽ അത് 7/1. അപ്പം ഇവിടെ സബ്ട്രാക്ഷനും അഡീഷനുമാണ്, ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻറ്റ്. അപ്പോൾ ഇവർ ഒരേപോലെ ആക്കണ്ടേ? 1ൻ്റെയും 2ൻ്റെയും എൽസിഎം എടുത്താൽ നമുക്ക് എൽസിഎം എത്രയാണ് വരുന്നത്? 2 തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ നോക്കിക്ക്, ഇവിടെ 2 ആക്കാൻ 2 കൊടുത്തു, ഇവിടെയും 2 കൊടുത്തു. 1 into 2 2 7 into 2 2 ഓൾറെഡി ഇപ്പുറം 2 ഉണ്ട്. ഇനി 10 into 2 എന്ന് പറഞ്ഞാൽ 20 minus 14 plus 3/2 കണ്ടോ? ഇനി ഇവിടെ ഒന്നെങ്കിൽ -14 + 3 ചെയ്യണം. അത് നിങ്ങൾക്ക് ഡൗട്ട് ആകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് വാല്യൂസിനെ ആഡ് ചെയ്യണം. പോസിറ്റീവ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? 20 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, 3 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. സോ 20 + 3 23 minus 14/2 23 minus 14 നമുക്ക് എങ്ങനെ ചെയ്യാം? ഇനി കയ്യിൽ എണ്ണാതെ 23 10 പോയാൽ എത്ര വരും? 13 വരും. 13 4 പോയാൽ 9 വരും. 9/2 എന്ന് വന്നു. നമുക്ക് 9/2 എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാം തന്നിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷനിലാണ്. സോ ഇവരെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. നോക്കിക്കേ, 4 2s are 8 1 വന്നു. അപ്പൊ ഏത് ആൻസർ വരും നോക്കിക്കേ. 4 വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്. 4 into 2 8 8 plus 1 9 9/2. ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനത്തെ 9/2 ഒന്നും ചെയ്ത് കണ്ടില്ല എങ്കിൽ നേരെ എന്തിലേക്ക് മാറ്റിക്കണം? മിക്സഡ് ഫ്രാക്ഷനിൽ മാറ്റണം. ഇനി ഓപ്ഷനിൽ ഡെസിമൽ ആണ് എങ്കിൽ 9/2നെ ഡെസിമൽ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇതിനടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 30 plus 3/10 plus 3/100 plus 3/1000. നമുക്കിത് ഡെസിമലിന്റെ ഇതിൽ വരുന്ന ഫ്രാക്ഷൻ പോലെയാണ്, ഫ്രാക്ഷൻ ആണ് എങ്കിലും അത് ഡെസിമലിലേക്കാണ് ആൻസർ വരിക. അപ്പൊ നോക്കിക്കേ, 30 plus 3/10 plus 3/100 plus 3/1000 എങ്ങനെ ചെയ്യും? നമ്മൾ ഇനി LCM എടുക്കണോ? LCM എടുക്കാതെ ചെയ്യാൻ നമുക്കൊരു വഴിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. 2/10 എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ എങ്ങനെ എഴുതാൻ പറ്റും? പോയിന്റിൽ എങ്ങനെ എഴുതാൻ പറ്റും? 2 എഴുതിയിട്ട് ഫ്രണ്ടിൽ ഒരു ഡോട്ട് കൊടുക്കുക അല്ലേ, 0.2 എന്ന് വരും. അതേപോലെ 2/100 ആണെങ്കിലോ 2 എഴുതി 2 സ്ഥാനം മാറ്റിയിട്ട് വേണം. അവിടെ ഒരു സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 കൊടുത്തിട്ട് പോയിന്റ് കൊടുത്തു. അപ്പൊ അതേപോലെ ഇവിടെ ഒന്ന് നോക്കിക്കേ, 30 ഉണ്ട് പ്ലസ് 3/10നെ നമുക്ക് 0.3 എന്ന് കൊടുക്കത്തില്ലേ?
ഇനി നോക്കി 3/100 നമുക്ക് എന്തെന്ന് കൊടുക്കാൻ പറ്റും? 0.03 എന്ന് കൊടുക്കത്തില്ലേ? ഇനി അടുത്ത നോക്കിയേ 1000 വരുമ്പോഴോ 0.003, 3 സ്ഥാനം മാറ്റി കൊടുത്തു. കണ്ടോ? ഇനി ഇവരെയൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ മതി. എങ്ങനെ ആഡ് ചെയ്യുക? പോയിന്റുകളെല്ലാം ഒരേ സ്ഥലത്ത് വരണം. 30 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൊടുക്കുക. ഇനി 0.3, 0.03, 0.003. കണ്ടോ? ആ പോയിന്റ് എല്ലാം ഒരു ലൈനിലാണ് വന്നിരിക്കുന്നത്. വെറുതെ 30 അല്ലെങ്കിൽ 40 എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? 0.00 എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ, അല്ലെങ്കിൽ 0.0 ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് അത് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പൊ നോക്കിക്ക് ഇനി ആഡ് ചെയ്താൽ മതി. പോയിന്റിനെയൊക്കെ ഒറ്റ ലൈനിലാക്കുക കേട്ടോ. ഇനി ദേ ഇവിടെ 3 വരും, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3. ആ പോയിന്റ് അങ്ങനെ തന്നെ നേരെ കൊടുക്കണം. പോയിന്റ് എവിടെയോ അവിടെ തന്നെ 0.3. സോ ആൻസർ എന്ന് പറയുന്നത് 30.333 ആണ്. അപ്പൊ ഏതാ നമുക്ക് ആൻസർ വരുന്നത്? 30.333. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ. നമുക്ക് ഡെസിമൽ എന്നും പറയാം, അതേപോലെ തന്നെ ഫ്രാക്ഷൻ എന്നും പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ 8 1/3 ഡിവൈഡഡ് ബൈ കേളി ബ്രാക്കറ്റിനുള്ളിൽ 3 1/2 പ്ലസ് 2/3, നമ്മുടെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ 1/3 പ്ലസ് 3/2. എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് തന്നെ ചെയ്ത് നോക്കുക. തന്നെ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്ക് ലാസ്റ്റ് വന്നിട്ട് ചെയ്ത് കഴിയുമ്പോൾ നോക്കുക, ഞാൻ ചെയ്ത മെത്തേഡിൽ തന്നെയാണോ സാർ ചെയ്തിരിക്കുന്നത്, എനിക്ക് ആ വന്നിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പോൾ എല്ലാവരും പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. നോക്കിയേ, 8 1/3, 8 3s are 24 plus 125/3 divided by curly bracket 3 into 2 6, 6 plus 1 7/2 plus 2/3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 1/3 പ്ലസ് 3/2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എന്ത് കാണണം? നമ്മൾ LCM കാണണം. നമുക്കറിയാം 3യുടെയും 2ന്റെയും കൂടെ ചെയ്ത LCM എത്രയാണ് വരുന്നത്? 6 ആണ് വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ 3 into 2 ചെയ്താലും നമുക്ക് 6 വരും. 2 into 3 ചെയ്താലാണ് നമുക്ക് 6 വരിക. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? 1 ഞാൻ ഇവിടെ മാറ്റി എഴുതാം. അപ്പൊ അതിന്റെ ആൻസർ 1 into 2 2 പ്ലസ് 9/6 എന്ന് വരും അല്ലേ? അപ്പൊ 9 10 11 11/6 എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ വരും. 11/6 ക്ലോസ് ചെയ്തു. ഇനി നോക്കിക്കേ, ഈ ബ്രാക്കറ്റിന്റെ ഇപ്പറേ ഒരു സൈനും ഇല്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് സൈനാന്ന് മനസ്സിലാക്കണം? ഇൻറ്റു ആണ്. വേറെ സൈൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇൻറ്റു സൈൻ ആയിരിക്കും. നോക്കിക്കേ, 25/3 ഡിവൈഡഡ് ബൈ 7/2 പ്ലസ് 2/3 ഇൻറ്റു 11/6. ഇതായിരിക്കും ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇനി ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നോക്കിക്കേ, 2നെയും 6നെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്തെന്ന് വരും? 3 1 എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിനെ എങ്ങനെ മാറ്റി എഴുതാം? 25/3 ഡിവൈഡഡ് ബൈ 7/2 പ്ലസ് 11/9. 11/9. നോക്കി, ഇവിടെ 2ന്റെയും 9ന്റെയും LCM എടുക്കണം. LCM എന്ന് പറയുമ്പോൾ എത്ര വരും? 2ന്റെ 9ന്റെ LCM എത്ര വരും പിള്ളേരെ? 2 ഉണ്ട്, 9 ഉണ്ട്. 2 വെച്ച് ചെയ്ത് ഇത് 1 ആയി, ഇതിനൊരു മാറ്റവും ഇല്ല. 3 വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വരും അല്ലേ? 3 into 2 6, 6 into 3 18 വരണം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 18 വരണമെങ്കിൽ ഇൻറ്റു 9 ചെയ്യണം. ഇവിടെ 2 ചെയ്യണം. 2 ചെയ്യണ്ടേ? ഇനി നോക്കിക്കേ, 25/3 ഡിവൈഡഡ് ബൈ 63 പ്ലസ് 22/18 എന്ന് വന്നില്ലേ? ഇനി നോക്കിക്കേ, ഇവരെ ഇനി നമ്മൾ ചെയ്യണം. 63 പ്ലസ് 22 നമുക്ക് എത്ര വരും? 25/3 ഡിവൈഡഡ് ബൈ ഇങ്ങനെ വരും. ഇനി ഡിവിഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത്?
റെസിപ്രോക്കൽ കാണണം. സോ 25/3 ഇൻറ്റു 18/85 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമല്ലോ. ഇവരെ എന്ത് വെച്ചിട്ട് വെട്ടിക്കളയാൻ പറ്റും? ഇവിടെ 6 വെച്ചിട്ട് വെട്ടി. അടുത്ത ആൾ വരുമ്പോഴോ 25ഉം 85ഉം ആണ് നമുക്കുള്ളത്. ഇവരെ നമുക്ക് എങ്ങനെ വെട്ടാൻ പറ്റും? 5 5s are 25. ഇവിടെ നിങ്ങളെല്ലാവരും ടേബിൾ പഠിക്കുന്ന ആൾക്കാരല്ലേ. നമുക്ക് 12 വരുമ്പോഴാണ് എന്ത് 60 വരുന്നത്. അപ്പം 13 വരുമ്പോൾ 65, 14 വരുമ്പോൾ 70, 15 വരുമ്പോൾ 75, 16 വരുമ്പോൾ 80, 17 വരുമ്പോൾ 85. കണ്ടോ? അപ്പോൾ 17 വരുമ്പോഴാണ് 17 ഇൻറ്റു 5 ആണ് എന്ത് 85. അപ്പോൾ ഇവിടെ 17 കൊടുത്തു. കണ്ടോ? ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇൻറ്റു 6 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാ? 30/17. ഈ 30/17 നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ. എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ഇതിനെ എന്തിലേക്ക് മാറ്റണം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പം നോക്കിക്കേ, 17 1/13 എന്ന് കിട്ടി. ഇനി 17 ഡിനോമിനേറ്ററിൽ വന്നു, 1 ആൻസർ ആയിട്ട് വന്നു, റിമൈൻഡർ 13 വന്നു. അപ്പോൾ 17 ഇൻറ്റു 1 17 പ്ലസ് 13 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആണ്. 13 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 113/17 ആണ് കേട്ടോ. 113/17 നമുക്ക് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. വേറെ ഒരു മിനിറ്റ്, ഞാൻ ഇത് റബ്ബ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മളിവിടെ ആദ്യം ഇവരെ LCM കണ്ട് പ്ലസ് ചെയ്തു. എന്നിട്ട് ബ്രാക്കറ്റിന് ഇപ്പറേ ഒന്നും ഇല്ല എങ്കിൽ അവിടെ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഇൻറ്റു ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്ത് വന്ന് നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു പ്ലസ് മൈനസും ആയി. 11 ഇൻറ്റു അത് നമ്മൾ കട്ട് ചെയ്തു. ഇൻറ്റു സൈൻ വന്നാലേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കട്ട് ചെയ്യരുത്. ഇൻറ്റു സൈൻ വരുമ്പോഴാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ നോക്കി, അടുത്തത് ഇതേപോലെ LCM കണ്ടു, അവരെ കൂട്ടി. പിന്നെ ഡിവിഷൻ വന്നു. ഡിവിഷന് നമ്മൾ റെസിപ്രോക്കൽ കണ്ടു, കട്ട് ചെയ്തു, നമുക്ക് 30/17 കിട്ടി. എന്നിട്ട് അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി? ഈ പറയുന്ന മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2a/b + c if a is equal to 1/3, b is equal to 1/4, c is equal to 1/2. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, 2a/b + c ആ. ഇവിടെ എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1/3 എന്ന്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു 1/3 ഡിവൈഡഡ് ബൈ b എന്ന് പറയുന്നത് എന്താ? 1/4 പ്ലസ് c എന്ന് പറയുന്നത് എന്താ? 1/2. ഇത് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കിയേ, നമുക്ക് കണ്ടുപിടിക്കാം. 2 ഇൻറ്റു 1/3 നമുക്ക് 2/3 എന്ന് കൊടുക്കാം. ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് LCM കാണണം അല്ലേ? 4 ഇൻറ്റു 4ഉം 2 ആ. അപ്പം നമുക്ക് ഇവിടെ എന്താക്കണം? ഇവിടെ ഒരു 2ഉം കൂടെ ആക്കണം അല്ലേ? എങ്കിലല്ലേ ഈക്വൽ ആവത്തുള്ളൂ, LCM ഈക്വൽ ആവത്തുള്ളൂ. അപ്പം നോക്കിക്കേ, 1/4 പ്ലസ് 2/4 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്ര കിട്ടും? 3/. ഡൗട്ട് ഉള്ളവർ ഇത് ചെയ്ത് നോക്കി തന്നെ ചെയ്യാം കേട്ടോ. 2 2s ആണ് 4, 1 വരും. പിന്നെയും 2 അല്ലേ ഉള്ളൂ, 1 ചെയ്യുക. 4 തന്നെയാണ് നിങ്ങൾക്ക് വരിക കേട്ടോ, ഡൗട്ട് വരരുത്. ഇനി നോക്കിക്കേ, 1/4 ഓൾറെഡി അവിടെയുണ്ട്. പ്ലസ് 1 ഇൻറ്റു 2/4 ആണ്. അപ്പം നമുക്ക് അതിനെ 1/4 പ്ലസ് 2/4 എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ? 2/4 നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിനെ ഒന്നും കൂടെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 2/3 ദ ഹോൾ ഡിവൈഡഡ് ബൈ 3/4 എന്ന് കൊടുക്കാൻ പറ്റും. 3/4 എന്ന് കൊടുക്കാൻ പറ്റും. ഇനി നോക്കിക്കേ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ 2/3 ദ ഹോൾ ഡിവൈഡഡ് ബൈ 3/4നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 2/3 ഡിവൈഡഡ് ബൈ 3/4 എന്ന് മാറ്റി എഴുതാൻ പറ്റും. സെയിം അല്ലേ? വലിയ ഡിവിഷൻ, ആ ഡിവിഷൻ്റെ കൊടുത്തേക്കണു
അല്ലേ? 2/3 ഡിവൈഡഡ് ബൈ 3/4 നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇങ്ങനെ തന്നാൽ നമുക്ക് സുഖമായിട്ട് നമ്മൾ എന്തിലേക്ക് മാറ്റും? റെസിപ്രോക്കലിലേക്ക് മാറ്റും. അപ്പം നമുക്ക് എന്ത് വരും? 2/3 ഇൻറ്റു 4/3 എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 4 ഇൻറ്റു 2 8/3 ഇൻറ്റു 3 9. 8/9 എന്ന ആൻസർ വരും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇങ്ങനെ ഇത് വരും. ഈ വരുന്നതിന് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, നമ്മൾ ജയിച്ചു. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ 4 നേരെ മുകളിലോട്ട് പോകും, ഈ 3 നേരെ ഇങ്ങോട്ടും വരും. എന്നിട്ട് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 ഇൻറ്റു 3യും 4 ഇൻറ്റു 2. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളാണ്, തെറ്റിക്കാതെ ചെയ്യുക കേട്ടോ. നമ്മുടെ CC+ൽ സൈനിക് സ്കൂളിൻ്റെ ബാച്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും വേഗം എൻക്വയറി എടുക്കുക. എൻക്വയറി എടുക്കേണ്ട നമ്പർ 9496949929. നമുക്കറിയില്ല എക്സാം എന്നത്തേനായിരിക്കും, പക്ഷെ നമ്മൾ എപ്പോഴായാലും റെഡി ആയിട്ടിരിക്കണം. ഇൻ്റലിജൻസ് ആയാലും മാത്സ് ആയാലും ലാംഗ്വേജ് ആയാലും നല്ല രീതിയിൽ പഠിച്ചെങ്കിലേ നമുക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.